ഹായ് ഹലോ വെൽക്കം ടു പേപ്പർ ഫ്ലവർ ഗാർഡൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഹാങ് ചെയ്ത വെറൈറ്റികൾ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് കേട്ടോ. ഹാങ്ങിങ് പോട്ടിൽ എങ്ങനെ ഹാങ്ങിങ് വെറൈറ്റീസ് ഏത് തരം കടലാസ് ചെടികളാണ് ഹാങ്ങിങ്ങിന് അനുയോജ്യമായതും എന്നൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയ വീഡിയോ കേട്ടോ. ഇതെൻ്റെ സൺറൈസ് വൈറ്റ് ആണ്. നല്ല രീതിയിൽ നല്ല ബുഷായി കിട്ടും കേട്ടോ. ഇത് സൺറൈസ് വൈറ്റ് പറഞ്ഞാൽ നല്ല ഇടതൂർന്ന് പൂക്കൾ തരുന്ന ഒരു ഇനാട്ടോ. ഇത് ഫയറോപ്പാൽ ഓറഞ്ച്. ഹാങ്ങിങ്ങിന് നമ്മൾ നല്ല വെറൈറ്റീസ് ആട്ടോ തിരഞ്ഞെടുക്കേണ്ടത്. കമ്പ് അധികം കട്ടിയില്ലാത്ത അടിയിലോട്ട് തൂങ്ങി നിൽക്കുന്ന ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇത് ലോല നല്ല ബെസ്റ്റ് പ്ലാന്റ് ആട്ടോ. ഹാങ്ങിങ്ങിന് പറ്റിയ നിറയെ ഫ്ലവർ ചെയ്യും കേട്ടോ. നമ്മൾ മഴക്കാലം ടൈമിലും നമുക്ക് നല്ല രീതിയിൽ ഫ്ലവർ തരും കേട്ടോ. ലോല അങ്ങനത്തെ ഒരു നല്ല ഇനം വെറൈറ്റിയാണ്. ഒരു ലൈറ്റ് പിങ്ക് ആട്ടോ. നല്ല ലോലമായ ഒരു വെറൈറ്റിയാണ് ലോല. ചില്ലീസ് വെറൈറ്റികളും ഹാങ്ങിങ്ങിന് ബെസ്റ്റാണ് കേട്ടോ. ഹാങ്ങിങ് ബോട്ടിൽ ഇത് ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടാട്ടോ. ഹാങ്ങിങ് ബോട്ടിൽ ഞാൻ നേരിട്ട് പ്ലാന്റ് ചെയ്യാറില്ല കേട്ടോ. ഞാൻ ഒരു 5 ഇഞ്ചിൻ്റെ 7 ഇഞ്ചിൻ്റെ പോട്ടൊക്കെ അതിലോട്ട് ഇറക്കി വെക്കാം കേട്ടോ. നമുക്ക് ഫ്ലവർ ചെയ്യണ പ്ലാന്റ് മാറ്റി മാറ്റി അതിലോട്ട് ഇടാമല്ലോ. എന്നാൽ എപ്പോഴും നമ്മളെ ഹാങ്ങിങ് പോട്ട് നല്ല ഫ്ലവറിങ് ആയിരിക്കും. ഏത് വെറൈറ്റി നമുക്ക് നല്ല കളർ കോമ്പിനേഷനായിട്ട് കൊടുക്കാം. ഞാനങ്ങനെ ഇറക്കി വെക്കാറാട്ടോ ചെയ്യൽ. എൻ്റെ ഹാങ്ങിങ് പോട്ടിലേക്ക് ഇത് കണ്ടോ, ഫ്ലവേഴ്സൊക്കെ കൊഴിഞ്ഞു പോയി, ഒക്കെ കഴിഞ്ഞ് സെറ്റായി വരുന്ന ഫ്ലവേഴ്സ്. അപ്പോൾ നമുക്ക് വേറെ വെറൈറ്റി അതിലോട്ട് മാറ്റാം. അങ്ങനെ ഞാൻ ചെയ്യാറ് കേട്ടോ. ഇത് റൂബി റെഡ് പറഞ്ഞാൽ നല്ല ബീട്രൂട്ട് കളറുള്ള നല്ലൊരു ഇനം വെറൈറ്റി കേട്ടോ. ഇത് ഫ്ലെയിം റെഡ്, നല്ല റെഡ് കളറാണ്. ഇത് റൂബിയും ഫ്ലെയിമും ഒക്കെ ഹാങ്ങിങ്ങിന് പറ്റിയ ബെസ്റ്റ് വെറൈറ്റി കേട്ടോ. നല്ലൊരു ഇനമാണ്. നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റികളാവും നമ്മൾ ഹാങ്ങിങ് ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുക. അടിയിലോട്ട് തൂങ്ങി നിൽക്കുമ്പോൾ നല്ല ഭംഗിയാട്ടോ കാണാം. നമുക്ക് സാധാ വെറൈറ്റീസൊക്കെ യൂസ് ചെയ്യാം, പക്ഷേ ഹാങ്ങിങ്ങിന് ബെസ്റ്റ് നല്ല എപ്പോഴും ഫ്ലവർ വരുന്നതാണ് കേട്ടോ. നമ്മുടെ മിസ് വേൾഡൊക്കെ നല്ല ഭംഗിയാട്ടോ. 2 കളേഴ്സൊക്കെ വരുമ്പോൾ നല്ല കോമ്പിനേഷനായിരിക്കും കാണാൻ. ഇത് ഞാൻ ഇങ്ങനെയാണ് എൻ്റെ സെറ്റ് ചെയ്യാറ്. ഇങ്ങനെ പോട്ടിലാക്കിയാണ്ട് ആ പോട്ട് അതിലോട്ട് ഇറക്കി വെക്കലാട്ടോ. ഫ്ലവർ ഓരോന്നിൻ്റെ കഴിയുമ്പോൾ ഫ്ലവർ ആയത് ഞാൻ ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കലാട്ടോ. ഇത് സൺറൈസ് വൈറ്റും ഫ്ലെയിം റെഡും ആണ്. ഇങ്ങനെ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്. ഹാങ്ങിങ് പോട്ട് ഞാൻ വാങ്ങിയത് ഓൺലൈനിലാട്ടോ. ഹാങ്ങിങ് പോട്ട് വാങ്ങിയത് എനിക്ക് കടകളിലൊന്നും ഇവിടെ കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ വാങ്ങിയിരുന്നത് ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ നല്ല വലിയ പോട്ടാണ്. കണ്ടോ, ഇത് ഫയറോപ്പാലൊക്കെ നല്ല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇത് തീമ പീച്ച് പറഞ്ഞ വെറൈറ്റിയാണ്. പൂക്കൾ വിടരുമ്പോൾ ഒരു പീച്ച് കളർ, പിന്നെ ഒരു ലൈറ്റ് പിങ്കിലേക്ക് മാറും കേട്ടോ. നല്ലൊരു വൈറ്റും വരും ഇതിൽ ഫ്ലവേഴ്സ്. നല്ല ഭംഗിയാട്ടോ. ഇത് ഞാൻ ഹാങ് ചെയ്ത് നോക്കൂ, നല്ല ഭംഗിയില്ലേ. ലീഫ് യെല്ലോ കളർ മിക്സ്ഡാണ്. നിങ്ങളുടെ ഓരോ പുലരികളും സായാഹ്നങ്ങളും ഈ വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കളെ പോലെ എന്നും മനോഹരമായിരിക്കട്ടെ. ഓക്കെ, ബൈ, താങ്ക് യു. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.